മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപനാണെങ്കിൽ അവിടെ നിന്ന് പോന്നിട്ടുണ്ടെന്നല്ല മുത്തശ്ശിയാണെങ്കിൽ വാമദേവനോടായിട്ട് വിളിച്ച് പറയുന്നുണ്ട്. ഇത് കേട്ട് ആകെ വല്ലാതെ വിഷമിക്കുകയാണ് വാമദേവൻ. അയാൾ ഇനി വന്നു കഴിഞ്ഞാൽ എന്തെല്ലാമാണ് പറയാൻ പോകുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനെ തടയണമെന്ന് വാമദേവൻ വിചാരിക്കുന്നു. അങ്ങനെ വാമദേവൻ നോക്കി നിൽക്കെ തന്നെ അവിടെ പ്രതാപൻ എത്തുന്നുണ്ട്. പ്രതാപൻ വന്ന് കയറുന്നതും മോനെ കണ്ണ എന്ന് വിളിച്ചുകൊണ്ട് അകത്തോട്ട് കയറി ഓടി വരുന്നുണ്ട്. അതേസമയം ഇത് കേൾക്കുന്ന നമ്മുടെ മഹിയാണെങ്കിൽ ആകെ ഞെട്ടി വിറയ്ക്കുന്നു. കാരണം ഇനി എന്തെല്ലാമാണോ ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് ഓർത്ത് വല്ലാതെ വിഷമിക്കുകയാണ് മഹി. അതേസമയം പ്രതാപൻ്റെ സൗണ്ട് കേൾക്കുന്ന കണ്ണനാണെങ്കിൽ എന്താണ് അയാൾക്ക് പറയാനുള്ളത്, എന്താണെങ്കിലും അയാൾ ഇങ്ങോട്ട് അകത്തോട്ട് വരട്ടെ എന്ന് പറയാണ്. പക്ഷേ പ്രതാപനാണെങ്കിൽ അയാളെ വട്ടം പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവനാണെങ്കിൽ ചെറിയൊരു വട്ടാണ് മോനെ, ഇവൻ എന്തെങ്കിലും എല്ലാം വിളിച്ചു പറയും. അത് കേട്ട് മോൻ തന്നെ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് ഇവനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്താക്കണമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും പ്രതാപൻ സത്യങ്ങളെല്ലാം വിളിച്ച് പറയുമെന്ന് മനസ്സിലാകുന്ന അനന്തവും സാഗറും കൂടെ വാമദേവൻ്റെ കൂടെ പ്രതാപനെ പിടിക്കാനായിട്ട് എത്തുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ പ്രതാപനെ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നു. പക്ഷേ ഉണ്ണിയെല്ലാം ഇതാകെ അത്ഭുതപ്പെട്ടുകൊണ്ട് തന്നെ നോക്കുകയാണ്. എന്തിനാണ് അയാളെ ഇവരെല്ലാവരും കൂടെ തടയുന്നത്, അയാൾക്ക് എന്താണ് പറയാനുള്ളതെന്നൊന്നും കേട്ടുകൂടെ, എന്തുകൊണ്ടാണ് അയാളെ ഇങ്ങനെ എല്ലാവരും പിടിച്ചു നിർത്തുന്നതെന്നെല്ലാം ഉണ്ണിക്കാണെങ്കിൽ ആകെ ഒരു സംശയം ഉണ്ടാകുന്നു. അതേസമയം കരുണയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മഹിക്ക് വളയിട്ട് കൊടുക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. വല്ലാത്തൊരു ടെൻഷനിൽ തന്നെയാണ്. അച്ഛനും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഇപ്പോൾ തന്നെ എൻ്റെ ജീവിതം ഇല്ലാതാവുമല്ലോ എന്നെല്ലാം ഓർത്ത് കരുണ ആകെ വിഷമിക്കുന്നു. അങ്ങനെ സത്യങ്ങളൊന്നും പറയാനായിട്ട് സമ്മതിക്കാതെ വാമദേവനും സാഗറും അനന്തവും എല്ലാം കൂടെ അയാളെ ഒരു ഷെഡിലോട്ട് വലിച്ചഴിച്ച് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ആ ഷെഡിനകത്തിട്ട് പൂട്ടാമെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. ചടങ്ങുകളെല്ലാം കഴിയുന്ന സമയത്ത് അയാളെ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നെല്ലാം വിചാരിച്ചുകൊണ്ട് എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോവുകയാണ്. ഷെഡിലെത്തിയതിനു ശേഷം അനന്ത് പറയുന്നുണ്ട്, ഇയാളാണെങ്കിൽ പറയുന്നത് ഒരു കാരണവശാലും കണ്ണൻ അറിയാൻ പാടില്ല, കണ്ണൻ അറിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം പ്രശ്നമാവുമെന്നെല്ലാം പറയുന്നത് കേട്ട് വാമദേവൻ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം അനന്തവും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഡ്രാമ കളിക്കാമെന്ന് തന്നെ വാമദേവൻ തീരുമാനിക്കുന്നു. അങ്ങനെ വാമദേവൻ പറയുന്നുണ്ട്, ഇയാളൊക്കെ എന്താണ് പറയാനുള്ളതെന്ന് കണ്ണൻ അറിയട്ടെ, നമ്മൾ എന്തിനാണ് ഇയാളെ പിടിച്ചു വയ്ക്കുന്നതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വാമദേവൻ അവിടെ കിടന്ന് ചെറിയൊരു ഡ്രാമ കളിക്കുന്നു. പക്ഷേ അനന്തു ആണെങ്കിൽ അതും ഒട്ടും സമ്മതിക്കുന്നില്ല. അനന്ത് പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, അതൊന്നും അറിയേണ്ട കാര്യമില്ല, കണ്ണൻ അതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണെന്നെല്ലാം പറയുന്നത് കേട്ട് ഇതിൻ്റെ പിറകിൽ ഞാനാണെന്നുള്ള സത്യം ഇവരാരും അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രതാപനിൽ തന്നെയാണ് അവസാനിക്കുമെന്നെല്ലാം വാമദേവൻ കരുതുന്നുണ്ട്. അതേസമയം വീണ്ടും പ്രതാപനാണെങ്കിൽ അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കണ്ണനോടായിട്ട് പറയുന്നുണ്ട്, മോനെ കണ്ണാ, നിൻ്റെ അച്ഛൻ വിശ്വനാഥനെ കൊന്നത് ഞാനാണ് മോനെ എന്ന് വിളിച്ചു പറയുകയാണ്. ഇത് കേട്ട് എല്ലാവരും ആകെ ഞെട്ടിത്തെറിച്ച് പോവുകയാണ്. ഇത് കേൾക്കുന്ന മഹിയാണെങ്കിൽ ആകെ ഞെട്ടി വിറയ്ക്കുന്നു. കാരണം ഇനി എന്തെല്ലാമാണോ കണ്ണേട്ടനിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നതെന്നോർത്ത് ആകെ വല്ലാത്ത ഒരവസ്ഥയിൽ തന്നെയാണ് മഹിയും കരുണയും. പിന്നെ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് തന്നെ കാണാനുള്ള അവസ്ഥ അവർക്കാർക്കും ഇല്ലാതെയാകുകയാണ്. എടാ മോനെ, ഞാൻ തന്നെയാണ് നിൻ്റെ അച്ഛനെ വിശ്വനാഥനെ കൊന്നതെന്ന് വീണ്ടും വീണ്ടും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രതാപൻ്റെ ഈ വാക്കുകളെല്ലാം കേൾക്കുമ്പോഴേക്കും അനന്തവും സാഗറും എല്ലാം പറയുന്നുണ്ട്, ഇയാൾക്ക് വട്ടാണ്, അതുകൊണ്ടാണ് ഇയാൾ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നത് കണ്ണാ, നീ അതുകൊണ്ട് ഇതൊരിക്കലും വിശ്വസിക്കരുതെന്നെല്ലാം കണ്ണനോടായിട്ട് വെളിപ്പെടുത്തുമ്പോൾ ഇത് കേട്ട് കരുണയാണെങ്കിൽ ആകെ വല്ലാതെ വിഷമിക്കുന്നു. അതുപോലെ തന്നെ മോഹിനിയും മഹിയും എല്ലാം ആകെ വല്ലാതെ ഞെട്ടിത്തെരിക്കുകയാണ്. കണ്ണേട്ടൻ ഇതെല്ലാം വിശ്വസിക്കുമോ എന്നൊന്ന് തന്നെയാണ് അവരുടെ പേടി. പക്ഷേ ഈ ഒരു ഗ്യാപ്പിൽ അവിടെ നിന്നും രക്ഷപ്പെടാനായിട്ട് നോക്കുകയാണ് നമ്മുടെ വാമദേവനാണെങ്കിൽ ഇനി അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അയാൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും, പിന്നെ ഞാനാണ് കൊട്ടേഷൻ കൊടുത്തതെന്ന് വരെ വിളിച്ചു പറയും. അതുകൊണ്ട് ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് തടി തപ്പുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കുന്ന വാമദേവനാണെങ്കിൽ അവിടെ നിന്നും മുങ്ങാനായിട്ട് ശ്രമിക്കുകയാണ്. തൻ്റെ അച്ഛനാണെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ ഒരു കൊലയാളിയെ ചിത്രീകരിക്കുന്നത് കണ്ടു നിൽക്കുന്ന കരുണയ്ക്കാണെങ്കിൽ ഇതൊന്നും സഹിക്കാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ കരുണയാണെങ്കിൽ വാമദേവനെ അവിടെ നോക്കുന്നു. പക്ഷേ വാമദേവനെ ആ പരിസരത്തൊന്നും കാണാതെ ആയപ്പോൾ തന്നെ കരുണയ്ക്ക് മനസ്സിലാകുന്നുണ്ട്, എല്ലാം അച്ഛൻ്റെ തലയിൽ വെച്ചുകൊണ്ട് അയാൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന്. എല്ലാവരും എൻ്റെ അച്ഛനെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ നിന്നും ഒരാളാണെങ്കിൽ മിസ്സിംഗ് ആണ്. ആ വാമദേവനാണ് ഇതിൻ്റെ പിറകിലെല്ലാം എൻ്റെ അച്ഛനെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അയാളാണ് കണ്ണേട്ടൻ്റെ അച്ഛനെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തത്. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം പിറകിൽ ആ വാമദേവനാണെന്നുള്ള സത്യവും കരുണയാണെങ്കിൽ വിളിച്ചു പറയുന്നു. അങ്ങനെ ഇത് കേട്ട് ഞെട്ടിത്തെറിച്ചുകൊണ്ട് നിൽക്കുകയാണ് മഹിയും കണ്ണനുമെല്ലാം. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.